Hi friends, welcome to Cybertech channel. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഞാൻ MI ബോക്സ് കുറച്ച് നാൾ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്തൊരു USB പോർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരു പെൻ ഡ്രൈവ് അല്ലെങ്കിൽ ഒരു കീബോർഡ് വയർലെസ് കീബോർഡ് കണക്ട് ചെയ്യാൻ ഒറ്റ USB ഡ്രൈവ് ഉള്ളതുകൊണ്ട് എനിക്കതൊരു ലിമിറ്റഡ് ആണ്. USB പോർട്ട് ഒന്നേ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു USB ഹബ്ബ് 4 പോർട്ടുള്ള USB ഹബ്ബ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് അത് നോക്കാം. ഞാൻ USB പോർട്ട് ഹബ്ബ് ഇതാണ്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ MI ബോക്സിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാൻ പറ്റുമോ, പെൻ ഡ്രൈവ് വർക്ക് ചെയ്യുമോ, അതുപോലെ 2 പെൻ ഡ്രൈവുകൾ കണക്ട് ചെയ്താൽ വർക്ക് ചെയ്യുമോ, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് എത്ര TB വരെയുള്ള ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്താൽ വർക്ക് ചെയ്യും, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ഡിവൈസ് ഞാനൊന്ന് കാണിക്കാം. ഞാൻ വാങ്ങിച്ച ഹബ്ബ് ഒന്ന് കാണിക്കാം നിങ്ങളെ. ഇപ്പോൾ നമ്മൾ വാങ്ങിയ ഡിവൈസ് ഇതാണ്, നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മൾ വാങ്ങിയ ഡിവൈസ്. ഇത് 4 USB പോർട്ടാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 4 സൈഡിൽ USB പോർട്ടുണ്ട്. ഒരു സൈഡിലൊരു മൈക്രോ USB പോർട്ട് കൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് വേണമെങ്കിൽ മൊബൈലൊക്കെ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് 5 days യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇതിൻ്റെ നമുക്ക് USB 2.0 പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളിത് നമ്മുടെ MI ബോക്സ് 4Kയിൽ ഇത് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നാണിത് വന്നത്. ഇതിൻ്റെ അൺബോക്സിങ് ഇൻക്ലൂഡ് ചെയ്യാത്തതിൻ്റെ കാരണം ഇതിൻ്റെ വന്ന ബോക്സൊക്കെ അതിൻ്റെ ഒട്ടർ കവറൊക്കെ എടുത്ത് വെളിയിൽ കളഞ്ഞു. കാരണം വളരെ ദൂരെ നിന്ന് വന്നുകൊണ്ട് നമുക്ക് സേഫ് അല്ല. കാരണം ഇപ്പോൾ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല, കുട്ടികളുള്ളതുകൊണ്ട് നമ്മളിത് പുറത്ത് തന്നെ കളഞ്ഞു. അപ്പോൾ ബോക്സ് മാത്രമേ അകത്തെടുത്തുള്ളൂ. നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ബോക്സ്. അപ്പം Zinq എന്നൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു ഡിവൈസ്. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് MI ബോക്സുമായിട്ടൊന്ന് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. അതുപോലെ പെൻ ഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതുപോലെ എൻ്റെ ഹാർഡ് ഡിസ്ക് ഉണ്ട്, 2 TB ഹാർഡ് ഡിസ്ക് ഉണ്ട്, അതും ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു 2 TB ഒരു പാസ്പോർട്ട് ഹാർഡ് ഡിസ്ക് ഉണ്ട്, പാസ്പോർട്ട് മോഡൽ ഹാർഡ് ഡിസ്ക് ഉണ്ട് 2 TB. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു 16 GB ഒരു മെമ്മറി കാർഡും ഉണ്ട്. അപ്പോൾ നമുക്ക് 2 കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസ് നമുക്ക് MI ബോക്സുമായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ MI ബോക്സിൻ്റെ ബാക്കിൽ നമുക്കൊരു USB പോർട്ടുണ്ട്, അവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഒരു നീല ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഡിവൈസിൽ കാണാം. അപ്പം TV ഓൾറെഡി ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ TV തൊട്ടടുത്ത് ഓൺ ആയിട്ടിരിപ്പുണ്ട്. ആണ് നമ്മുടെ TV. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോകണം. ഫസ്റ്റ് നമുക്കൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം. നമുക്ക് TVയിൽ നോക്കാം അത് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. നമ്മൾ ഡിവൈസ് പ്രിഫറൻസിൽ സ്റ്റോറേജ് നമുക്ക് കാണാം സാൻഡ് ഡിസ്ക്. അപ്പോൾ നിങ്ങൾക്ക് സാൻഡ് ഡിസ്കിൻ്റെ ഒരു സ്റ്റോറേജ് ഡിവൈസ് കാണാം. 16 GB പെൻ ഡ്രൈവ് കണക്ട് ആയിട്ടുണ്ട് അവിടെ. ഇനി നമുക്ക് ഹാർഡ് ഡിസ്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി ഒരു ഫയൽ മാനേജർ വഴി നമുക്കിനിയും ഈ ഹാർഡ് ഡിസ്ക്കും നമ്മുടെ പെൻ ഡ്രൈവ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഫയൽ മാനേജറാണ്, ഫയൽ എക്സ്പ്ലോററാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്തു. അപ്പം എൻ്റെ മെയിൻ സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് ഒരു 14 GB ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജും അതുപോലെ ഒരു 2 TB ഒരു SD കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. SD കാർഡ് എന്ന് പറയുന്നത് എൻ്റെ 2 TB മൈ പാസ്പോർട്ടിൻ്റെ ഹാർഡ് ഡിസ്ക്കാണ്. അതുപോലെ തന്നെ ഈ 14.28 എന്ന് പറയുന്നത് എൻ്റെ പെൻ ഡ്രൈവാണ്. ഞാൻ ഈ പെൻ ഡ്രൈവ് മുന്നേ തന്നെ ഞാൻ എൻ്റെ ഡിവൈസുമായിട്ട് ഞാൻ ഇൻറ്റേർണൽ മെമ്മറി ഷെയർഡ് മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് 8 GB മാത്രം MI ബോക്സ് 4K ഉള്ളതുകൊണ്ട് ഞാൻ അതൊരു എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ പെൻ ഡ്രൈവ് യൂസ് ചെയ്തേക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു 14 GB ആയിട്ട് എൻ്റെ ഇൻറ്റേർണൽ മെമ്മറി കാണുന്നത്. എൻ്റെ പെൻ ഡ്രൈവ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് 14 GB കാണിക്കുന്നത്. നോർമലി MI ബോക്സിന് 8 GB മാത്രമേ ഉള്ളൂ ഇൻറ്റേർണൽ മെമ്മറി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോഴും എൻ്റെ ആ ഒരു ഡിവൈസ് കണക്റ്റഡ് ആണ്, നമ്മുടെ ഹബ്ബിൽ കണക്റ്റഡ് ആണ്, ഉണ്ടല്ലേ. ഹബ്ബിലാണ് കണക്ട് ചെയ്തേക്കുന്നത് 2 ഡിവൈസും. അപ്പോൾ അതാണ് വർക്ക് ചെയ്യുന്നത്. ഹബ്ബിൽ ഒരു ഇഷ്യൂ ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ പാസ്പോർട്ടും പെൻ ഡ്രൈവും. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ കീബോർഡോ അല്ലെങ്കിൽ നമുക്ക് എയർ മൗസോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു ഹബ്ബ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, USB ഹബ്ബ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു USB പോർട്ടിൻ്റെ ലിമിറ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് എന്തൊരു ഡിവൈസും നമുക്ക് MI ബോക്സിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. കീബോർഡോ മൗസോ എയർ മൗസോ എന്ത് വേണം കണക്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഡ്രൈവ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. എനിക്ക് ആക്സസ് ചെയ്യാൻ ഒരു ഇഷ്യൂ ഇല്ല, വേണ്ടില്ലേ. പ്ലാനറ്റ് എർത്തിൻ്റെ വീഡിയോ ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും.
കണ്ടില്ലേ, ഒരു ഇഷ്യൂ ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്.